ഹായ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പം ഇന്നും നമ്മൾ സോഷ്യോളജി മെയിൻ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലെസൺ തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മോഡ്യൂൾ 1 ആദ്യത്തെ ടോപ്പിക് നമ്മളിപ്പം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വലിയ വലിയ മോഡ്യൂൾസ് അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പഠിക്കാനുള്ള സംഗതികൾ നമുക്ക് ആദ്യം ഒന്ന് ഫിനിഷ് ചെയ്ത് പോകാം. മോഡ്യൂൾ 1 നമ്മൾ നോക്കുകയാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ സിംപിളർ ആണ്. പക്ഷെ മോഡ്യൂൾ 3 മോഡ്യൂൾ 4 ഇതിനകത്ത് നമുക്ക് ഒത്തിരി അധികം എന്താ പറയണ്ട കോൺസെപ്റ്റ്സും തിയറീസും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല അതിന് കുറച്ച് സമയം കൂടുതൽ എടുക്കുകയും ചെയ്യും. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് മോഡ്യൂൾ 3. മോഡ്യൂൾ 3 ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ നമുക്ക് എന്താ പറയേണ്ടത്, കുറെ അധികം സോഷ്യോളജിസ്റ്റിനെ നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരുടെ ആ ഒരു സോഷ്യോളജിക്കൽ തിയറീസ് കോൺസെപ്റ്റ്സ് ഇതൊക്കെയാണ് നമുക്ക് സ്പെസിഫിക്കലി മനസ്സിലാക്കി പോകേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് us സ്റ്റാർട്ട്. ആദ്യം നമുക്ക് എന്താണ് ഈ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാം. ഏകദേശം ഇത് തന്നെയാണ് നമ്മൾ മോഡ്യൂൾ 1 നമ്മൾ സമാനമായ ഒരു ഡിസ്കഷൻ നമ്മൾ അവിടെ നടത്തിയിട്ടുണ്ട്. സോ ലെറ്റ് us സീ എന്താണ് ഈ ഒരു മോഡ്യൂളിൽ. ആദ്യം നമുക്ക് ആ ഒരു ക്ലാസിക്കൽ എന്തുകൊണ്ട് അത് ക്ലാസിക്കൽ ആകുന്നു എന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് ദെൻ വി വിൽ ഗോ ഓൺ ടു ദ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. ആദ്യം തന്നെ നമ്മൾ ചെറുതായിട്ട് ഒരു ചിന്ത നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവരിക. ഒരു എക്സ്പെരിമെന്റൽ തോട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക, ഒരു ദിവസം രാവിലെ നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ ചുറ്റാകെ സ്റ്റേബിൾ ആയിട്ടുണ്ടായിരുന്ന എല്ലാ സംഗതികളും മാറിയിരിക്കുന്നു. ആൻഡ് സഡൻലി നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റാകെയുള്ള നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് ആ ഒരു സ്റ്റെബിലിറ്റിയിൽ നിന്ന് ഒരു അൺസർട്ടനിറ്റിയിലേക്ക് മാറിയിരിക്കുന്നു. അതായത് അവിടെ ആൾക്കാർ ജോലി ചെയ്യുന്ന രീതി മാറി, കുടുംബങ്ങളിൽ ഒരു ഷിഫ്റ്റ് വന്നു, ടൗൺസ് ഒക്കെ പെട്ടെന്ന് ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റീസ് ആയിട്ട് മാറി. ആൻഡ് പുതിയ തരത്തിലുള്ള വെൽത്ത് അവിടെ ക്രിയേറ്റ് ആകുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം അതേ സമൂഹത്തിൽ തന്നെ പോവേർട്ടിയും ക്രിയേറ്റഡ് ആയി വരുന്നു സൈഡ് ബൈ സൈഡ്. അല്ലെ, ഇനി നമ്മളോട് ചോദിക്കേണ്ടത്, won't you want to understand why this is happening അല്ലെങ്കിൽ what is happening എന്നുള്ളത്, എന്തുകൊണ്ട് ഇത് നടക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാറ്റം എന്തുകൊണ്ട് വന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ. ഈ ഒരു ചിന്തയിൽ നിന്നാണ് ഈ ഒരു സോഷ്യോളജിയുടെ ആ ഒരു ഹിസ്റ്റോറിക്കൽ മൂഡ് ഓൺ ആയത് അല്ലെങ്കിൽ ജനിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി വളരെ വ്യക്തമായിട്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചോളുക. സോഷ്യോളജി എന്ന് പറയുന്നത് അത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലല്ല സോഷ്യോളജി തുടങ്ങിയത്, അല്ലെ? അപ്പോ വളരെയധികം സെറ്റിൽഡ് ആയിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോകത്തല്ല സോഷ്യോളജി തുടങ്ങിയത്. നൗ ഇറ്റ് ബിഗാൻ അറ്റ് എ ടൈം വെൻ സൊസൈറ്റി വാസ് ബീങ് റീഷേപ്ഡ് റാപ്പിഡ്ലി. വളരെ പെട്ടെന്ന് സൊസൈറ്റി ട്രാൻസ്ഫോം ആയിരിക്കുന്ന ഒരു സമയത്താണ് സോഷ്യോളജി ശരിക്കും സ്റ്റാർട്ട് ആകുന്നത്. അപ്പോൾ ഈ സൊസൈറ്റിയുടെ ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത്, അതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോഷ്യോളജി വന്നത്. ഇത് ഞാൻ പറഞ്ഞത് മോഡ്യൂൾ 1 ഈ ഒരു ഇൻട്രൊഡക്ഷന് ചെറിയൊരു ബന്ധമുണ്ട്, അല്ലെ? അപ്പൊ അത് നമുക്ക് മനസ്സിലായി. അപ്പൊ 19th സെഞ്ചുറി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം. ആൻഡ് എന്തുകൊണ്ട് സ്പെസിഫിക്കലി 19th സെഞ്ചുറി എന്ന് നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിലാണ് വളരെയധികം പ്രധാനപ്പെട്ട കുറെ ചേഞ്ചസ് അല്ലെങ്കിൽ വളരെ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലോകത്ത് നടന്നത്. അത് ഇൻഡസ്ട്രിയൽ ട്രാൻസ്ഫോർമേഷൻ ആകാം, പൊളിറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആകാം, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും പുതിയ പുതിയ ചിന്താഗതികൾ വന്നു, പുതിയ പുതിയ ആശയങ്ങൾ വന്നു. അങ്ങനെ ആ ഒരു ഡിഫറൻസസ് അവിടെ വരാനായിട്ട് തുടങ്ങി എന്നുള്ളത്. അപ്പോൾ ആദ്യം ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ആ സോഷ്യൽ ആൻഡ് എക്കണോമിക് ചേഞ്ച് എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മോഡേൺ ഇൻഡസ്ട്രിക്ക് മുന്നേ യൂറോപ്പിലാണല്ലോ ഇതിന്റെ ഒരു ജനനം ഉണ്ടാകുന്നത്. അപ്പം മച്ച് ഓഫ് യൂറോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതെല്ലാം ഫ്യൂഡൽ സ്ട്രക്ചേഴ്സ് ആയിട്ടായിരുന്നു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളത്. ഇതും നമ്മൾ മോഡ്യൂൾ 1 ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സംഗതികളായിരുന്നു, അല്ലെ? അപ്പോ അവിടെ ലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പവർ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത്. വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള
റിജിഡ് ആയിട്ടുള്ള ഒട്ടും ഫ്ലെക്സിബിൾ അല്ലാത്ത സോഷ്യൽ റാങ്കിങ് അവിടെ ഉണ്ടായിരുന്നു, സോഷ്യൽ റാങ്കുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഓബ്ലിഗേഷൻസും അവിടെ നടന്നുകൊണ്ടേയിരുന്നു. അതാണ് ആ ഒരു ഫ്യൂഡലിസത്തിന്റെ കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പതിയെ പതിയെ ഈ ഒരു സിസ്റ്റം ഡിക്ലൈൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആൻഡ് ഈ ഫ്യൂഡലിസത്തിനെ അവിടെ റീപ്ലേസ് ചെയ്ത് വന്നതാണ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസം അവിടെ പതിയെ വളരാനായിട്ട് തുടങ്ങി. അപ്പൊ ഫ്യൂഡലിസം അവിടെ കുറഞ്ഞു വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ അതിനു മുന്നേ ഉണ്ടായിരുന്ന പ്രൊഡക്ഷൻ എല്ലാം ലാൻഡ് ബേസ്ഡ് ആയിരുന്നു, അഗ്രികൾച്ചറൽ ബേസ്ഡ് ആയിരുന്നു. അത് അവിടെ നിന്ന് മാറി പതിയെ പതിയെ ചെറിയ ചെറിയ ഫാക്ടറീസ് വരാനായിട്ട് തുടങ്ങി. അത് പിന്നെ ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനിലേക്ക് മാറി. ആൻഡ് വേജ് ലേബറും അവിടെ ഉടലെടുത്തതായിട്ട് നമുക്ക് കാണാം. ഇനി എന്താണ് ശരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് വെൻ ക്യാപിറ്റലിസം ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ എക്സ്പാൻഡ്? ഒരു സൈഡില് ക്യാപിറ്റലിസം, അതോടൊപ്പം ഇൻഡസ്ട്രിയലൈസേഷനും അവിടെ വളരാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് സംഭവിക്കുക? ആൾക്കാര് ഈ വില്ലേജസിൽ നിന്ന് സിറ്റീസിലോട്ട് നീങ്ങാനായിട്ട് തുടങ്ങും, അല്ലെ? ഈ ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അർബനൈസേഷൻ അല്ലെങ്കിൽ ഏർബനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഏർബനൈസേഷൻ ഉണ്ടാകുമ്പോഴത്തേക്ക് പുതിയ പാറ്റേൺസ് ഓഫ് ലൈഫ്, അതുവരെ ജീവിച്ചിരുന്ന ആ ഒരു രീതിയല്ല, ഇനി പുതിയ പാറ്റേൺസ് ഓഫ് ലൈഫാണ് അവിടെ വരുന്നത്. അപ്പോ ആ ഒരു പഴയ കമ്മ്യൂണിറ്റിയിലെ ആ ഒരു ബന്ധങ്ങൾ, ടൈസ്, അത് വീക്കായി തുടങ്ങുന്നു. ആൻഡ് സിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവസരങ്ങളുടെ ഒരു സ്ഥലമായി, ഇറ്റ് ബിക്കംസ് എ പ്ലേസ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അറ്റ് ദ സെയിം ടൈം സിറ്റീസ് ഒരു പ്ലേസ് ഓഫ് അൺസർട്ടനിറ്റിയും ആയി മാറുന്നു എന്നുള്ളതാണ്. കാരണം നമുക്കൊരു ഉറപ്പുമില്ല ആ ഒരു സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ നല്ല ജീവിതം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്നാൽ സിറ്റിയിൽ പോയാൽ നല്ല ജീവിതം കിട്ടും എന്നുള്ള ആൾക്കാരുടെ ആ ഒരു ചിന്ത, അല്ലെ? അപ്പൊ അവിടെയാണ് അൺസർട്ടനിറ്റി അവിടെ വരുന്നത്. ആൻഡ് പുതിയ തരത്തിലുള്ള സോഷ്യൽ ഗ്രൂപ്പ്സ് അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങി. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന്റെ ഗ്രൂപ്പ്സ് അവിടെ വന്ന്, ഫാക്ടറി ഓണേഴ്സിന്റെ ഗ്രൂപ്പ്സ് അവിടെ വന്ന്, ആൻഡ് ഒരു മിഡിൽ ക്ലാസ്സും കൂടെ അവിടെ സ്റ്റാർട്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ പുതിയ സംഗതികൾ വരുന്ന സമയത്ത് ഇവിടെ ഫോർ എക്സാമ്പിൾ പുതിയ ഗ്രൂപ്പ്സ് വന്ന്, അപ്പൊ എന്താണ്, അതോടൊപ്പം പുതിയ പ്രശ്നങ്ങളും അവിടെ വരും. ആ ഒരു സമയം വരെ ഒരു പക്ഷേ ഇല്ലാതിരുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതിലൊന്നാണ് ഇനിക്വാളിറ്റി, മറ്റൊന്നതാണ് പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നത്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് തങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, വർക്കേഴ്സും ഫാക്ടറി ഓണേഴ്സും തങ്ങളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു, ഫാക്ടറി ഓണേഴ്സ് തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്നു. അപ്പൊ മൊത്തത്തിൽ നോക്കിയാൽ ലേബർ ശരിക്കും സെറ്റിൽഡ് ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു അൺറെസ്റ്റ് അവിടെ ലേബറിന്റെ ഇടയിൽ വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സൊസൈറ്റി വെറുതെ അങ്ങ് മാറിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഇസ് എന്താ പറയേണ്ടത്, റാപ്പിഡ് ആയിട്ടുള്ള ചേഞ്ചസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കരുത്, അതായത് ഇത് മാറി ഒരു തകർച്ചയിലേക്ക്, ഒരു കെയോസിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കരുത്. സൊസൈറ്റി തനിയെ റീഓർഗനൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊരു പുതിയ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ഈ ഒരു റീഓർഗനൈസേഷൻ നടക്കുന്ന കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ സോഷ്യൽ ഓർഡർ? സമൂഹത്തിലെ ആ ഒരു ക്രമം, അതിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ വൈ ആർ പീപ്പിൾ സ്ട്രഗ്ലിംഗ്? നേരത്തെ ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ട്രഗിൾ ഇപ്പൊ ആൾക്കാർ അനുഭവപ്പെടുന്നു. എന്തുകൊണ്ട് ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നത്? ആൻഡ് വൈ ദർ ഇസ് സോ മച്ച് ഓഫ് അൺറെസ്റ്റ്? എന്താണ് സൊസൈറ്റിയെ എന്താ പറയേണ്ടത്, ഒന്നുകിൽ ഇത്രയും സ്റ്റേബിൾ ആക്കുന്നത്, അല്ലെങ്കിൽ സൊസൈറ്റിയെ അൺസ്റ്റേബിൾ ആക്കുന്നത്? ഇതിനൊക്കെ നമുക്ക് ആൻസേഴ്സ് ആവശ്യമായിട്ടുണ്ട്, അല്ലെ? ഇനി അടുത്തത് നമ്മൾ ആ ഒരു പൊളിറ്റിക്കൽ ആൻഡ് ഇന്റലക്ച്വൽ ഷിഫ്റ്റ് നടന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും എൻലൈറ്റൻമെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദിസ് സ്പ്രെഡ്സ് ദ ബിലീഫ് ദാറ്റ് ഹ്യൂമൻ റീസൺ മാറ്റേഴ്സ് എന്നുള്ളത്. ഹ്യൂമൻ റീസൺ മാറ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ട്രഡീഷൻസിനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്നുള്ളതായി. അപ്പൊ ട്രഡീഷണലി നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികളെ ചോദ്യം ചെയ്യണം. അതിനെ ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ആ ഒരു ഇന്റലക്ച്വലിന്റെ ഭാഗമായിട്ട് ഓക്കെ, എവിഡൻസ് അല്ലെങ്കിൽ പ്രൂഫ് ആയിരിക്കണം നമ്മുടെ ആ ഒരു ചിന്താഗതിയെ നയിക്കുന്നത്.
നമ്മൾ വെറുതെ ബ്ലൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ കണ്ണും പൂട്ടി ഒന്നിനെയും വിശ്വസിക്കുന്നതിന് പകരം തെളിവുകളോടുകൂടി അതിനെ വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്നത്തെ രീതിയിൽ നമ്മൾ കാണുന്ന പോലെ ആ ഒരു മോഡേൺ സയൻസിന്റെ ആ ഒരു ഉയർച്ചയും അതിന്റെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഈ 19th സെഞ്ചുറിയിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സയൻസിന്റെ ആ ഒരു പുതിയ ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്ക് ദർ ഇസ് എ ന്യൂ കോൺഫിഡൻസ് ദാറ്റ് ഇസ് ബോൺ അലോങ് വിത്ത് ദാറ്റ്. അപ്പോ എന്താണത്? ഇഫ് നേച്ചർ ക്യാൻ ബി സ്റ്റഡീഡ് സയന്റിഫിക്കലി, നേച്ചറിനെ തന്നെ നമുക്ക് സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ പെർഹാപ്സ് സൊസൈറ്റി ക്യാൻ ഓൾസോ ബി സ്റ്റഡീഡ് സിസ്റ്റമാറ്റിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് ഇസ് ദ ന്യൂ കോൺഫിഡൻസ് ദാറ്റ് ആക്ച്വലി അപ്പിയർ. അപ്പോൾ വൺ മൈറ്റ് വണ്ടർ, ഹാവൻറ്റ് പീപ്പിൾ ടോക്ട് അബൌട്ട് സൊസൈറ്റി ഓൾറെഡി? അപ്പൊ ഇതിനു മുന്നേ ആൾക്കാർ സൊസൈറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടില്ലായിരുന്നോ എന്നുള്ള ആ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. ഓഫ് കോഴ്സ് സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സമൂഹത്തെ കുറിച്ച് സംസാരിച്ചത് അല്ലെങ്കിൽ സൊസൈറ്റിയെ വിവരിച്ചിരുന്നത് ഫിലോസഫേഴ്സ് ആണ്, റിലിജിയസ് തിങ്കേഴ്സ് ആണ്, പൊളിറ്റിക്കൽ തിങ്കേഴ്സ് ആണ്. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, ഒരുപാടധികം ആൾക്കാർ അതിനു മുന്നേയും സൊസൈറ്റിയെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്, സൊസൈറ്റിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇത് വ്യത്യസ്തമായ ഒരു ചിന്താഗതിയാണ്. അപ്പൊ ഇതെന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറഞ്ഞാല്, ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്, ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇസ് ടു സ്റ്റഡി സൊസൈറ്റി ഇൻ എ സ്ട്രക്ചേർഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ. ഇപ്പൊ നോക്ക്, ഫിലോസഫേഴ്സിന് ഒരു പ്രധാന ജോലിയുണ്ട്, റിലീജിയസ് തിങ്കേഴ്സിന് ഒരു പ്രധാന ജോലിയുണ്ട്. അവർ റിലിജനെയാണ് അതാണ് ആസ്പദമാക്കി അവർ ചിന്തിക്കുന്നത്. ആൻഡ് പൊളിറ്റിക്കൽ തിങ്കേഴ്സിന് ഒരു പ്രധാന ജോലിയുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ഏരിയയിൽ നിന്നുകൊണ്ടാണ് സമൂഹത്തിനെ വീക്ഷിക്കുന്നതും സമൂഹത്തിനെ വിലയിരുത്തുന്നതും സമൂഹത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പോ ഓൾറെഡി അവരുടെ ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്ന ഒരു മുൻവിധിയോടുകൂടിയായിരിക്കും സമൂഹത്തെ കാണുക. അതിൽ നിന്നാണ് പലതരത്തിലുള്ള ട്രഡിഷൻസ് വരുന്നത്. ഒരു പക്ഷെ അത് ദൈവഹിതമാണ്, അതുകൊണ്ട് അതിനെ അതേപോലെ ഫോളോ ചെയ്യണം എന്നൊക്കെയുള്ള സാഹചര്യങ്ങൾ അവിടെ വരുന്നത്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് കൊണ്ട് ഈ ഒരു ചിന്താഗതി തന്നെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറി. ഇനി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ സമൂഹത്തെ പഠിക്കണം, അല്ലെങ്കിൽ സൊസൈറ്റിയെ ആ രീതിയിൽ മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു ആവശ്യകത അവിടെ വന്നു എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യത്തിൽ നിന്നാണ് നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസ് വന്നതും അതിന്റെ പ്രാധാന്യം അവിടെ തുടങ്ങിയതും. അപ്പോൾ ഈ ട്രഡിഷൻസ് അല്ലെങ്കിൽ ഈ ചെയ്തുകൊണ്ടിരുന്ന സംഗതികൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഏർലിയസ്റ്റ് മേജർ ഫൗണ്ടേഷൻസ് ഓഫ് സോഷ്യോളജി. സോഷ്യോളജിനെ ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു സോഷ്യോളജിക്കൽ ഫൗണ്ടേഷൻസ് ആണ് ഈ ഏർലി സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് പറയുന്നത്. അപ്പോ ആദ്യമായിട്ട് നടന്ന ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ടു ബിൽഡ് തിയറീസ് ആൻഡ് മെത്തേഡ്സ് ടു എക്സ്പ്ലെയിൻ സോഷ്യൽ ലൈഫ്. അവർ സാമൂഹിക ജീവിതത്തെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തിയറീസും അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തായിരിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മെത്തേഡ്സ് എന്നൊക്കെയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഒരു ശ്രമം. ആ കൂട്ടായ ശ്രമം പല ആൾക്കാർ പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അതിനെയാണ് ഈ എല്ലാം കൂടി എടുത്തിട്ടാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് പറയുന്നത്. ഈ ഏർലി സോഷ്യോളജിസ്റ്റ് ഇനി ഓരോരുത്തരുടേതായിട്ട് നമുക്ക് മുന്നോട്ട് പഠിക്കാനുണ്ട്. അവര് ശരിക്കും പറഞ്ഞ എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളിലായിരുന്നു അവർ ഫോക്കസ് ചെയ്തിരുന്നത്? ഒന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, സി വാട്ട് ഹോൾഡ്സ് സൊസൈറ്റി ടുഗെദർ. സമൂഹത്തിനെ എന്താണ് ഒന്നായി നിലനിർത്തിയിരിക്കുന്നത് എന്നുള്ളത്. കാരണം എന്താ ഈ ഒരു ചോദ്യം പ്രസക്തമായിരുന്നു എന്ന് പറഞ്ഞാല്, സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം ആ ഒരു സമയത്ത് വളരെ റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അല്ലെ. അപ്പോ ഇറ്റ് ക്യാൻ ആക്ച്വലി ഫീൽ ആസ് ഇഫ് എവറിത്തിങ് ഇസ് ഫാളിംഗ് അപ്പാർട്ട്. എല്ലാ ക്രമവും നഷ്ടപ്പെട്ട് എല്ലാം സമൂഹത്തിൽ നശിക്കുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു. ദാറ്റ് വാസ് ദ കൈൻഡ് ഓഫ് ചേഞ്ച് ദാറ്റ് വാസ് ഹാപ്പനിങ് എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വന്ന, അല്ലെങ്കിൽ ഈ സോഷ്യോളജിയെ കുറിച്ച് ചിന്തിക്കുന്നവര് എന്താണ് സോഷ്യൽ ഓർഡർ എന്നുള്ളത്, സമൂഹത്തിലെ ഒരു ക്രമം എന്താണ്, അപ്പോൾ റൂൾസ് എന്താണ്, നോംസ് എന്താണ് സമൂഹത്തിലെ സാമൂഹിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്, ആൻഡ് ഷെയർഡ് ആയിട്ടുള്ള കോമൺ ബിലീഫ് എന്താണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതായിട്ട് ആ ഒരു കാലഘട്ടത്തിൽ അത് ആവശ്യമായിട്ട് വന്നു. കാരണം എവറിത്തിങ് ഈസ് ചേഞ്ചിങ്. അതുവരെ കണ്ടതേ അല്ല അവിടെ നടക്കുന്നത്, അല്ലേ.
അതേപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് വാട്ട് ഡ്രൈവ്സ് സോഷ്യൽ ചേഞ്ച്. അപ്പൊ ഇത്രയും അധികം ഈ ഒരു മാറ്റം നടക്കുന്നുണ്ട് എങ്കിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. അപ്പൊ അതെന്താണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അത് ഒരു പക്ഷേ എക്കോണമി മാറിയത് കൊണ്ടാണോ? അതോ ചിന്താഗതികൾ, ഐഡിയാസ് പുതിയത് വന്നത് കൊണ്ടാണോ? അതോ രണ്ട് ഗ്രൂപ്പ്സ് തങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ടാണോ? അതോ ടെക്നോളജി കൊണ്ടാണോ? പൊളിറ്റിക്സ് കൊണ്ടാണോ? അപ്പൊ ഈ ക്ലാസിക്കൽ കാലഘട്ടത്തിൽ ആ ഒരു തിങ്കേഴ്സ് ശരിക്കും ശ്രമിക്കുന്നത് ഇസ് ടു ഐഡന്റിഫൈ ഫോഴ്സസ്. അതാണ് ആ ശക്തികൾ എന്ന് പറയുന്നത്. ഐഡന്റിഫൈ വാട്ട് ദ ഫോഴ്സസ് ആർ ദാറ്റ് മൂവ് സൊസൈറ്റീസ് ഫ്രം വൺ സ്റ്റേജ് ടു അനദർ. ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് സമൂഹങ്ങളെ എങ്ങനെ മാറ്റുന്നു, അല്ലെങ്കിൽ എങ്ങനെ ആ ഒരു മാറ്റം വരുത്തി കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത്. ഇനി മൂന്നാമത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹൗ ആർ ഇൻഡിവിജ്വൽസ് ഷേപ്ഡ് ബൈ കളക്റ്റീവ് ലൈഫ്. അപ്പൊ ഒന്ന്, ഈ ഒരു പുതിയ ആ ഒരു ചേഞ്ചിന്റെ ഭാഗമായിട്ട് സിറ്റീസ് ഉണ്ടായി. സിറ്റീസിൽ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. ഈ കളക്റ്റീവ് ലൈഫിൽ വ്യക്തികളെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഇൻ സിമ്പിൾ വേർഡ്സ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൗ ഡു സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസ് വാട്ട് വി തിങ്ക്, വാട്ട് വി വാല്യൂ ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഹൗ വി ബിഹേവ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെ, നമ്മുടെ ചിന്താഗതികൾ എന്താണ്, നമ്മൾ എന്തിനൊക്കെ മൂല്യം നൽകുന്നു, അതാണ് വാട്ട് വി വാല്യൂ എന്നുള്ളത്. അതേപോലെ വിശ്വാസങ്ങൾ, വാട്ട് ആർ വി ബിലീവിങ് ഇൻ. സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം സോഷ്യോളജിയുടെ താല്പര്യം എപ്പോഴും ഇറ്റ് വാസ് ഇൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ സൊസൈറ്റി. ആ ഒരു വ്യക്തിയും ആ വ്യക്തി ജീവിക്കുന്ന സമൂഹവുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളതിലായിരുന്നു സോഷ്യോളജിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സബ്ജക്റ്റിന്റെ താല്പര്യം. ഇനി മറ്റൊരു കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്യാം. ദാറ്റ് ഇസ് സംതിങ് യു ഷുഡ് റിമെമ്പർ. സ്പെസിഫിക്കലി നമ്മുടെ ആ ഒരു PSCയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സംഗതി ഓർത്തു വെച്ചോളുക. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ പഴയ തിയറീസ് ആയിട്ട് നമ്മൾ കണക്കാക്കി അങ്ങനെ കണ്ട് അതിനെ മാറ്റരുത്. ഏതൊരു സംഗതിയും പഴയതെന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ ചെയ്യുക? നമ്മൾ അതിനെ ഒരുപക്ഷെ നമ്മുടെ മൈൻഡിന്റെ ഒരു മൂലയ്ക്കോട്ട് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കും, അല്ലേ? അപ്പോൾ ഇത് പഴയ തിയറീസ് ആണ്, ഓക്കെ, അതവിടെ നിന്നോട്ടെ ഒരു സൈഡിൽ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ മെമ്മറൈസ് ചെയ്ത് കാണാതെ പഠിച്ചു പോവരുത്. കാരണം ഇതാണ് ഇന്നും പ്രാബല്യത്തിലുള്ള ഫൗണ്ടേഷൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ദീസ് ആർ ദ ഫൗണ്ടേഷൻസ് എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെൻ വി ടോക്ക് അബൌട്ട് സോഷ്യൽ ഓർഡർ, ഇനിക്വാളിറ്റി, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നോംസ്, ഇനി അതും അല്ലെങ്കിൽ റാപ്പിഡ് ചേഞ്ചിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ വി ആർ യൂസിങ് ദ സെയിം കോൺസെപ്റ്റ്സ് ദാറ്റ് ബിഗാൻ ഇൻ ആ ഒരു ക്ലാസിക്കൽ പീരിയഡിൽ. ക്ലാസിക്കൽ പീരിയഡിലെ ആവശ്യകതകളും അത് തന്നെയായിരുന്നു, അല്ലേ? അതായത് ആ ഒരു സമൂഹത്തിലെ ക്രമം, സമൂഹത്തിലെ ഇനിക്വാളിറ്റി അല്ലെങ്കിൽ അസമത്വം, സമൂഹത്തിലെ സ്ഥാപനങ്ങൾ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെയാണ്, നോംസ് അതായത് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് സമൂഹത്തിൽ ഫോളോ ചെയ്തു വരുന്നത്. ആൻഡ് ഈ വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് ഇന്നും സംസാരിക്കുമ്പം ഈ കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെയാണ് അവിടെ വരിക. അപ്പൊ നമ്മൾ ആ ഒരു ക്ലാസിക്കൽ ട്രഡീഷൻസ് എന്ന് നമ്മുടെ സിലബസിൽ കൊണ്ടുവന്നിരിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം ഇപ്പൊ നമുക്ക് മനസ്സിലായോ? കാരണം ഇതാണ് ആ ഒരു സോഷ്യോളജിക്കൽ തിങ്കിങ്ങിന്റെ റൂട്ട്സ്. ഇന്നത്തെ സോഷ്യോളജിയും ഇതിൽ തന്നെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മോഡേൺ സോഷ്യോളജിയുടെ റൂട്ട്സ് ഇത് തന്നെയാണ്. ഈ റൂട്ട്സിലൂടെ തന്നെയാണ് സോഷ്യോളജിയുടെ എല്ലാ ചിന്തകളും കോൺസെപ്റ്റ്സും അവിടെ വരുന്നത്. സോ നൗ ഇപ്പൊ നമ്മൾ ഇത്രയും ഇതിന്റെ ആ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്താണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇനി വരുന്ന തിയറീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എന്തുകൊണ്ട് അത് നമുക്ക് ഇപ്പൊ ഈ ഒരു സോഷ്യോളജിയിൽ അത് പ്രധാനപ്പെട്ടതൊന്നായി എന്നൊക്കെയുള്ളത് ഏകദേശം നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, അല്ലെ? ഇനി ജസ്റ്റ് ഒരു 5 ക്വസ്റ്റ്യൻസ് ഇതിനെ ബേസ് ചെയ്ത് ആ ഒരു PSC മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതും കൂടെ നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് ചർച്ച ചെയ്ത് പോകാം. അപ്പോൾ ഈ പഠിച്ചത് പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മൈൻഡിൽ നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. ലുക്ക് അറ്റ് ദിസ്. സോഷ്യോളജി emerged as a distinct discipline mainly due to. എന്തുകൊണ്ടാണ് സോഷ്യോളജി ഒരു വ്യത്യസ്തമായ ഡിസിപ്ലിൻ ആയിട്ട് മാറിയത്? അപ്പൊ ഇവിടെ 4 റീസൺസ് ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? ഒന്ന്, റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ്. ഓക്കെ. മറ്റൊന്ന്,
പ്രൊഫൗണ്ട് ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ്. മൂന്നാമത്തത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ. നാലാമത്തത് ഡിക്ലൈൻ ഓഫ് സയൻസ്. അപ്പോൾ ഈ നാലും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിബിൾ ആൻസർ തന്നെയാണ്. ഒരു ചെറിയ രീതിയിൽ എല്ലാം എവിടേക്കോ കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. പക്ഷേ ഏറ്റവും ഉചിതമായ ഉത്തരം എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ആ വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻസ് നടന്നതുകൊണ്ടാണ് സോഷ്യോളജി ഒരു വ്യത്യസ്തമായ ഒരു ഡിസിപ്ലിൻ ആയിട്ട് മാറിയത്. അപ്പൊ അതുകൊണ്ടാണ് ചോദ്യത്തിൽ മെയിൻലി ഡ്യൂ ടു എന്ന് പറയുന്നത്. എന്നാൽ ഈ റിലീജിയസ് മൂവ്മെന്റ്സ് ആയിരുന്നാലും ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നാലും അഗ്രികൾച്ചറിലായിരുന്നാലും സയൻസ് ആയിരുന്നാലും എല്ലാം ഇതിനെ സ്വാധീനിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത ഒരു ചോദ്യം ഇതാണ്. The 19th century is important in the development of sociology because it witnessed. 19th century എന്താണ് പ്രധാനമായിട്ട് സംഭവിച്ചത്? കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ഇൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കംപ്ലീറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നോ 19th സെഞ്ചുറിയിൽ? ആ ഒരു ചേഞ്ച് നടക്കുന്ന സമയത്ത് ശരിക്കും ഇല്ലായിരുന്നു, അല്ലെ? ആൻഡ് റൈസ് ഓഫ് ഫ്യൂഡലിസം, ആ സമയത്ത് റൈസ് ഓഫ് ഫ്യൂഡലിസം അല്ല, ഫോൾ ഓഫ് ഫ്യൂഡലിസം ആണ് നടന്നുകൊണ്ടിരുന്നത്, അല്ലെ? ഇൻഡസ്ട്രിയലൈസേഷൻ, ക്യാപിറ്റലിസം ആൻഡ് urbanization. യെസ്, ഇതാണ് പ്രധാനമായിട്ട് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഒരു ചോദ്യത്തിന്റെ ഏറ്റവും അനുയോജ്യമായ ഉത്തരം ഓപ്ഷൻ സി ആണ്. റാഷണൽ തിങ്കിങ് അവിടെ തുടങ്ങി എന്നുള്ളതാണ് ആ ഒരു കാലഘട്ടത്തിൽ, അല്ലെ? റാഷണൽ തിങ്കിങ് അവസാനിച്ചതല്ല. റാഷണൽ തിങ്കിങ് ആൻഡ് സയന്റിഫിക് ഡെവലപ്മെന്റ് ഇത് രണ്ടും തുടങ്ങി ഈ ഒരു എന്താ പറയേണ്ടത് 19th സെഞ്ചുറിയിൽ നമ്മളത് മനസ്സിലോർത്ത് വെച്ചോളുക. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് നമ്മൾ പറയുമ്പം എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? വാട്ട് ഡു ദേ പ്രൈമറിലി റെഫർ ടു? ഫോക്ക് ഐഡിയാസ് അബൌട്ട് സൊസൈറ്റി, early theoretical and methodological foundations of sociology, or only statistical methods in sociology, or is it modern internet-based social research? 4 ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. മൂന്നാമത്തെ ചോദ്യം. അപ്പോൾ look at option B. These are the early theoretical and methodological foundations. അപ്പൊ ഇതായിരുന്നു ആ ഒരു സോഷ്യോളജിക്കൽ ചേഞ്ച്, സമൂഹത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന്റെ തിയറീസും അതോടൊപ്പം എന്ത് മെത്തേഡ്സിലാണ് അത് മാറുന്നത് എന്നൊക്കെയുള്ളതിന്റെ ചർച്ചകളാണ് ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് നമ്മൾ പറയുമ്പോൾ. ക്ലാസിക്കൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അത് പഴയതായത്, പുരാതനമായതുകൊണ്ട്, എന്നാൽ അതിന് ഇപ്പോഴും ഒരു വാല്യൂ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ക്ലാസിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം. A core concern of classical sociologists was. ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റിന്റെ ഒരു പ്രധാന കൺസേൺ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രധാന ആവശ്യകത എന്തായിരുന്നു? അതായത് ഹൗ ടു ഇൻക്രീസ് പേഴ്സണൽ വെൽത്ത് എന്നുള്ളതാണോ? പേഴ്സണൽ വെൽത്ത് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണോ? അതോ വാട്ട് ഹോൾഡ്സ് സൊസൈറ്റി ടുഗെദർ ആൻഡ് വാട്ട് കോസസ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണോ? അതോ ഹൗ ടു ഇംപ്രൂവ് ലിറ്ററേച്ചർ എന്നുള്ളതാണോ? അതോ ഹൗ ടു സ്റ്റോപ്പ് urbanization കംപ്ലീറ്റ്ലി എന്നുള്ളതാണ്? urbanization നിർത്താനുള്ള ശ്രമമൊന്നും അവിടെയില്ല. urbanization കണ്ടിന്യൂ ചെയ്യുക തന്നെയാണ് ചെയ്തത്. സോ ഓപ്ഷൻ ബി, എന്താണ് സമൂഹത്തിനെ ഒന്നായി നിലനിർത്തുന്നത് ആൻഡ് എന്താണ് സമൂഹത്തിൽ ഈ ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണങ്ങൾ? ഇതാണ് ആ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിസ്റ്റിന്റെ ഒരു പ്രധാന ചിന്ത അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ചോദ്യം. എൻലൈറ്റൻമെന്റ് റാഷണാലിറ്റി കോൺട്രിബ്യൂട്ടഡ് ടു സോഷ്യോളജി ബൈ എൻകറേജിങ്. അപ്പൊ ഈ ഒരു എൻലൈറ്റൻമെന്റ് നടക്കുന്നതോടുകൂടി മനുഷ്യനിലുണ്ടായ ആ ഒരു റാഷണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? നമുക്ക് എന്തിനും ഏതിനും ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകണം. ഒരു എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, നമുക്ക് അതിനെ പ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം, തെളിവ് നിരത്തി പ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം. അത് കൃത്യമായ ഒരു കാരണം എന്തുകൊണ്ട് ഇന്നത് സംഭവിക്കുന്നു എന്നുള്ളത്. അപ്പോ ഇതിന്റെ ഉത്തരം എന്തൊക്കെയാണ്? ബ്ലൈൻഡ് ഫെയ്ത്ത് ഇൻ ട്രഡിഷൻ. ആ ട്രഡിഷൻ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നതാണോ? അതോ സയന്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് അനാലിസിസ് ഓഫ് സൊസൈറ്റി ആണോ? അതോ റിജക്ഷൻ ഓഫ് സയൻസ് ആണോ? അതോ റിട്ടേൺ ടു ഫ്യൂഡൽ അതോറിറ്റി? അത് ഫ്യൂഡൽ അതോറിറ്റിയിലേക്ക് തിരിച്ചു പോയില്ല, സയൻസിനെ റിജക്റ്റ് ചെയ്തില്ല, ആ ട്രഡിഷനിൽ ഒരു ബ്ലൈൻഡ് ഫെയ്ത്തിനെ ചോദ്യം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ ചർച്ച ചെയ്തത്, അല്ലെ? അപ്പോൾ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഒരു സയന്റിഫിക് ആൻഡ് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിന്റെ ഒരു അനാലിസിസ് ആണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന നിലയിൽ നമ്മൾ കുറെ അധികം സോഷ്യോളജിസ്റ്റിന്റെ വർക്ക്സ് നമ്മൾ നോക്കും.
നമ്മൾ ഏത് ഈ ഒരു കാലഘട്ടത്തിൽ നോക്കിയിരുന്നതാലും കോമൺ ആയിട്ട് കുറച്ച് സവിശേഷതകൾ അല്ലെങ്കിൽ അതിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാം. അത് ഇവിടെ ഒന്ന് ചർച്ച ചെയ്ത് നമുക്ക് പോകാം. അതിനുശേഷം നമുക്ക് അഗസ്റ്റ കോംറ്റയുടെ ആ ഒരു തിയറിയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് തരത്തിലുള്ള ഒരു ചിന്തയാണ് നമ്മൾ റെഫർ ചെയ്യുന്നത്? ഇതുവരെ നമ്മൾ ഓരോ പേരുകൾ നമ്മൾ പറയാനായിട്ട് തുടങ്ങിയിട്ടില്ല, ഓരോ ചിന്തകരുടെ കാര്യം നമ്മൾ പറയാനായിട്ടും തുടങ്ങിയിട്ടില്ല. പക്ഷേ അവരുടെ ആ ഒരു അപ്രോച്ചിന്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറാണ് നമ്മൾ ഇവിടെ ഈ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വി വിൽ സീ ദെർ വാസ് എ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് മോഡേണിറ്റി എന്നുള്ളതാണ്. അപ്പോ എന്താ പറയണ്ട, ക്ലാസിക്കൽ തിങ്കേഴ്സിന് ഒരു വളരെ വലിയ ഒരു അഭിനിവേശം തന്നെ ഉണ്ടായിരുന്നു. അപ്പോ എന്താ പറയേണ്ടത്, അതായത് നമ്മൾ ഇത് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് സെൻസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ഒബ്സഷൻ അവർക്ക് ഉണ്ടായിരുന്നു ആസ് എൻ അക്കാഡമിക് ഡിസിപ്ലിൻ വിത്ത് മോഡേണിറ്റി. അപ്പോ എന്തുകൊണ്ടാണ് ആ ഒരു മോഡേണിറ്റിയിലേക്ക് ഇത് വന്നത്? കാരണം നമുക്ക് കാണാം ആ ഒരു കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചിരുന്നത്. മോഡേൺ സൊസൈറ്റി എന്ന് പറയുന്നത് വാസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം വാട്ട് ഇറ്റ് വാസ്, അല്ലെ? ആ ഒരു കാലഘട്ടം വരെ കണ്ടിരുന്നതല്ല പിന്നെ ആ ഒരു മോഡേൺ സൊസൈറ്റി വന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായത്. ഇപ്പൊ യൂറോപ്പില് സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ, പുതിയ ഒരു ജീവിത രീതി അവിടെ വരുന്നു, പുതിയ സിറ്റീസ് അവിടെ വരുന്നു, പുതിയ മാർക്കറ്റുകൾ അവിടെ ഉണ്ടാകുന്നു, ആൻഡ് പുതിയ തരത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയാസ് അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ടതെന്ന് പറയുന്നത് ദേ ആർ നോട്ട് സ്റ്റഡിങ് സൊസൈറ്റി ഇൻ ജനറൽ. പൊതുവേ സമൂഹത്തെ ഒരു ടൈംലെസ് ആയിട്ടുള്ള, അതായത് അതിന് പ്രത്യേകിച്ച് ആ ഒരു എന്താ പറയണ്ട, സമൂഹം എന്ന ഒരു കോൺസെപ്റ്റ് എടുത്തിട്ട് വെറുതെ അതിനെ ഒരു പീരീഡിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് അങ്ങനെ അതിനെ പഠിക്കുകയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അവര് ആ ഒരു മോഡേൺ കണ്ടീഷൻ എന്തായിരുന്നു എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണ്, മോഡേൺ കണ്ടീഷൻസിലെ വാല്യൂസ് എന്താണ്, ആൻഡ് മോഡേൺ കണ്ടീഷനിലെ ക്രൈസിസ് എന്താണ്. അപ്പൊ മോഡേണിറ്റിയെ നമ്മളിവിടെ ഒരു സെറ്റിംഗ് ആയിട്ടല്ല കാണേണ്ടത്, നേരെ മറിച്ച് അത് തന്നെയായിരുന്നു, മോഡേണിറ്റി എന്നുള്ളത് തന്നെയായിരുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്. അതിനെയാണ് ഈ സൈക്കോളജിസ്റ്റ് ഒക്കെ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, അപ്പൊ അത് ഒരു സവിശേഷതയായിട്ട് നമ്മൾ കാണുക. അപ്പൊ മോഡേണിറ്റി വാസ് ദ സെൻട്രൽ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഓർത്തു വെച്ചോളുക. മനസ്സിലായില്ലേ? ഇനി രണ്ടാമതൊന്നെന്ന് പറയുന്നത് ആ ഒരു സോഷ്യൽ ഓർഡർ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന, അല്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആ തിയറീസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വർ ട്രൈങ് ടു കോൺസ്റ്റന്റ്ലി ബാലൻസ് ടു ബിഗ് ഫോഴ്സസ്. രണ്ട് വലിയ ശക്തികളെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന് ഓർഡർ, മറ്റൊന്ന് ചേഞ്ച്, അല്ലെ? അപ്പോ നമ്മൾ ഈ ഒരു രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. സമൂഹം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പം നാച്ചുറലി നമുക്കുണ്ടാകുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇത്രയധികം വേഗത്തിൽ മാറുന്ന ഈ ഒരു സമൂഹം തകരുന്നില്ല? എന്താണ് ഈ സമൂഹത്തിലെ ജനങ്ങളെ ഒന്നിച്ച് നിലനിർത്തുന്നത്? അതുവരെ നിലനിർത്തിയിരുന്നത് അവർ ഫോളോ ചെയ്തിരുന്ന ട്രഡിഷൻസ് ആണ്. ഇവിടെ ഇപ്പം പല സമൂഹങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് സിറ്റീസിൽ വരുന്നത്. അപ്പോ ട്രഡിഷൻസ് ഹാവ് ഓൾറെഡി ബീൻ ബ്രോക്കൺ. അപ്പോ എന്താ പറയേണ്ടത്, ഇതാണ് ആ ഒരു ഓർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. അറ്റ് ദ സെയിം ടൈം ദേ ഓൾസോ ആസ്ക്, എന്താണ് സമൂഹങ്ങളെ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കുന്നത്? ഇനി അതും അല്ലെങ്കിൽ ഒരു കൊളാപ്സിലേക്ക് നോക്കൂ. പഴയ സമൂഹം കൊളാപ്സ് ചെയ്തിട്ടാണ് പുതിയത് അവിടെ ഉണ്ടാകുന്നത്, അല്ലെ? അപ്പൊ ഇതാണ് ആ ചേഞ്ചുമായി ബന്ധപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ. ഈ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡീഷൻസിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് അവിടെ കാണാം. അപ്പൊ ഇവിടെ ഒരു ട്വിൻ കൺസേൺ ഉള്ളതായിട്ട് നമുക്ക് കാണാം, അല്ലെ? ഒന്ന് സ്റ്റെബിലിറ്റി, മറ്റൊന്ന് ട്രാൻസ്ഫോർമേഷൻ. ഇപ്പൊ സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സ്റ്റെബിലിറ്റിയും ഇൻസ്റ്റെബിലിറ്റിയും വരുന്നത്, ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ട്രാൻസ്ഫോർമേഷനും അതിന്റെ ആ ഒരു ബ്രേക്കേജും അവിടെ വരുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് വാസ് ദ മാക്രോ സോഷ്യോളജിക്കൽ ഫോക്കസ്, അല്ലെങ്കിൽ ആ ഒരു മാക്രോ സോഷ്യോളജിക്കൽ ഓറിയന്റേഷൻ. അപ്പോ ഇതും ആ ഒരു ക്ലാസിക്കൽ ട്രഡിഷനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയേണ്ടത്, ആ ക്ലാസിക്കൽ ട്രഡിഷൻ വാസ് ലാർജ്ലി മാക്രോ സോഷ്യോളജിക്കൽ. അതായത് അതിന്റെ ആ ഒരു മെയിൻ ലെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രധാനമായിട്ട് അത് പഠിച്ചുകൊണ്ടിരുന്നത് വാസ് നോട്ട് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ സ്മോൾ സെറ്റിംഗ്സ്. അതാണ് മാക്രോ. ഇവിടെ മൈക്രോ അല്ല.
മാക്രോ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ദാറ്റ് വാസ് നോട്ട് ഇൻഡിവിജ്വൽ ഇൻ സ്മോൾ സെറ്റിംഗ്സ്, പകരം വലിയ സെറ്റിംഗ്സിൽ ഒരു ഗ്രൂപ്പിനെ, സമൂഹത്തിനെ പഠിക്കുന്നു എന്നുള്ളതാണ്. ദേ ആർ ലുക്കിംഗ് അറ്റ് ബിഗ് സ്ട്രക്ചേഴ്സ്. എന്തൊക്കെയാണ് ആ സ്ട്രക്ചേഴ്സിന്റെ ഭാഗമായിട്ട് വരുന്നത്? വാട്ട് ഈസ് ദി എക്കണോമിക് സ്ട്രക്ചർ? എങ്ങനെയാണ് ആ ഒരു സ്റ്റേറ്റ് തിട്ടപ്പെടുത്തി വരുന്നത്? എങ്ങനെയാണ് റിലിജൻ ഇനി വരുന്നത്? ഇതെല്ലാം വലിയ വലിയ സ്ട്രക്ചേഴ്സ് ആണ്. എങ്ങനെയാണ് നിയമങ്ങൾ, ലോ മാറി വരാനായിട്ട് പോകുന്നത്? എങ്ങനെയാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് ഒരു സൊസൈറ്റിയെ സ്വാധീനിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എങ്ങനെ മാറി വരുന്നു എന്നുള്ളത്. അപ്പോ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ തിങ്കറിനെ കുറിച്ച് നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ, വെൻ ദേ ട്രൈ എക്സ്പ്ലെയിനിങ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കോൺഫ്ലിക്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുമ്പം സാധാരണയായി നമ്മൾ കണ്ടുവരുന്നത് ദേ കണക്റ്റഡ് ടു ദ ബ്രോഡർ സിസ്റ്റംസ്. അവർ ചെറിയ സിസ്റ്റംസിലോട്ട് എടുത്ത് കണക്ട് ചെയ്യുന്നതിന് പകരം ദേ കണക്റ്റഡ് ടു ദ ബ്രോഡർ സിസ്റ്റംസ്. അപ്പോൾ അവിടെ പുതിയതായിട്ട് വന്നിട്ടുള്ള സംഗതികളാണ് ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലൈസേഷൻ, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി അവിടെ വന്ന്, ഫ്യൂഡലിസം മാറി പൊളിറ്റിക്കൽ അതോറിറ്റി വന്നു, ആൻഡ് കൾച്ചറൽ വാല്യൂസ് അറ്റ് ലാർജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ പേഴ്സണൽ ചോയ്സസിന് പകരം ഈ ഒരു രീതിയിലേക്ക് അത് മാറി. ഇനി മറ്റൊന്ന്, ക്രിട്ടിക്കൽ ആൻഡ് നോമേറ്റീവ് കൺസേൺ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ ഇതാണ് നാലാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസേൺ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടറിസ്റ്റിക് തന്നെ ഇവിടെ ഒരു കൺസേൺ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്ലാസിക്കൽ സോഷ്യോളജി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റ് വാസ് നോട്ട് ന്യൂട്രൽ. ഇത് നമ്മൾ തുടക്കത്തിലേ ചർച്ച ചെയ്ത ഒരു സംഗതിയായിരുന്നു. ഇത് ന്യൂട്രലേ അല്ല എന്നുള്ളതാണ്. അപ്പൊ എന്ത് സെൻസിലാണ് നമ്മളിത് ന്യൂട്രൽ അല്ല എന്ന് പറയുന്നത്? ഇമോഷണലി ഡിസ്കണക്റ്റഡ്. ഇറ്റ് വാസ് എന്താ പറയേണ്ടത്, ഇൻ ദ സെൻസ് ഓഫ് ഇമോഷണലി ഡിസ്കണക്റ്റഡ് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഇത് ക്രിട്ടിക്കൽ ആയിരുന്നു, നോമേറ്റീവ് ആയിരുന്നു. ഇപ്പൊ ന്യൂട്രൽ അല്ല എന്ന് നമ്മൾ പറയുന്നത് കാരണം ഇമോഷൻസിനെ ഇവിടെ കൺസിഡർ ചെയ്തില്ല. അപ്പോൾ പലപ്പോഴും ഇത് നിർണായകമായി ആൻഡ് പലപ്പോഴും ഇത് മാനദണ്ഡങ്ങളായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവര് സമൂഹത്തെ ഡിസ്ക്രൈബ് ചെയ്യാനല്ല അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്, നേരെ മറിച്ച് സമൂഹത്തെ വിലയിരുത്താനാണ് ഈ ഓരോ ട്രഡീഷൻസിലൂടെയും ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണം അല്ലെ. അപ്പൊ ഇനിക്വാളിറ്റിയെ ബേസ് ചെയ്തുള്ളത്, ഏലിയനേഷനെ ബേസ് ചെയ്തുള്ളത്. കാരണം മൈഗ്രേഷൻ നടക്കുമ്പം നാച്ചുറലി അവരുടെ ആ ഒരു വീടും കുടുംബവും ഒക്കെ വിട്ടു മാറി വരികയാണ് ഒരു പുതിയ സ്ഥലത്തേക്ക്. അതിനല്ലേ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ജസ്റ്റിസ്, നീതി എങ്ങനെയാണ് അവിടെ നടക്കുന്നത്, ആൻഡ് പൊതുവെ ഓവറോൾ ഹ്യൂമൻ കണ്ടീഷൻ എങ്ങനെ മാറുന്നു എന്നുള്ളത്. ഇനി നോമേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു മോറൽ പ്രീച്ചിങ് ആയിട്ട് തെറ്റിദ്ധരിക്കരുത്. നോമേറ്റീവ് എന്ന് പറയുമ്പോൾ മോറൽ പ്രീച്ചിങ് അല്ല. വാട്ട് ഇറ്റ് ജസ്റ്റ് സിംപ്ലി മീൻസ് ഈസ് ദാറ്റ് ഈ ക്ലാസിക്കൽ പീരിയഡിലുള്ള സോഷ്യോളജിസ്റ്റ് ദേ വേ കൺസേൺഡ് അബൌട്ട് കോൺസിക്വൻസസ് ഓഫ് മോഡേൺ സൊസൈറ്റി. ആ മോഡേൺ സമൂഹം ആ മോഡേണിറ്റിയിലേക്ക് പോകുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചായിരുന്നു അവിടെ അവർ ചർച്ച ചെയ്തിരുന്നത്. ആൻഡ് ദേ ആസ്ക് ദിസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഈ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് മോഡേൺ സിസ്റ്റംസ് ക്രിയേറ്റ് ഫോർ ഹ്യൂമൻ ബീങ്സ്? എന്ത് തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും ഇനി ഈ മോഡേൺ സിസ്റ്റംസ് മനുഷ്യന് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അത് അറിയാൻ നമുക്കൊരു വലിയ ആഗ്രഹം തന്നെയുണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നമ്മൾ ആ ഒരു മോഡേണും കഴിഞ്ഞ ഒരു പോസ്റ്റ് മോഡേൺ പീരീഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മോഡേൺ പീരീഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ന് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ആ ഒരു രീതിയിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. പക്ഷെ അതൊക്കെ അവിടുത്തെ ഒരു തുടക്കമായിരുന്നു. ദാറ്റ് ഇസ് വൈ ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറെന്റ്. നമ്മൾ ആ ഒരു സ്കോപ്പിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ആലോചിക്കാൻ. അന്നത്തെ കാലത്ത് ആ ആൾക്കാർ എന്തുമാത്രം ഒരു അറിവ് അവർക്കുണ്ടായിരുന്നു ആൻഡ് എങ്ങനെയായിരുന്നു അവരുടെ ആ ഒരു ജീവിതം മുമ്പോട്ട് പോയിരുന്നത്. ഓൾ ദീസ് തിങ്സ് വെയർ എൻറ്റയർലി ന്യൂ ഫോർ ദെം എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ഒരു ക്യാരക്ടറിസ്റ്റിക്, നമ്മൾ ഏത് ട്രഡീഷൻ എടുത്ത് നോക്കിയിരുന്നാലും ശരി തന്നെ എന്താ പറയണ്ടേ, എല്ലാത്തിലും ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം തുടക്കത്തില് എന്താ ഫിലോസഫിയുടെ ഒരു സബ് ബ്രാഞ്ച് ആയിട്ടായിരുന്നു സോഷ്യോളജി പഠിച്ചിരുന്നത്, അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ഒരു സബ് ബ്രാഞ്ച് ആയിട്ടായിരുന്നു സോഷ്യോളജി പഠിച്ചിരുന്നത് അല്ലെ. അപ്പൊ ഫിലോസഫി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് എന്തൊക്കെയാണ് ഐഡിയാസ് വരുന്നത്? ക്വസ്റ്റ്യൻസ് അബൌട്ട് റീസൺ ആൻഡ് ക്വസ്റ്റ്യൻസ് അബൌട്ട് സൊസൈറ്റി. റീസൺ, എന്തുകൊണ്ട് എന്നുള്ള അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരം ഫിലോസഫിയിൽ നിന്ന് വരുന്നു. എക്കണോമിക്സിനെ നമ്മൾ എടുത്താലോ,
പ്രൊഡക്ഷൻ, മാർക്കറ്റ്, അതുകൊണ്ടുണ്ടായ പുതിയ ക്ലാസ് രൂപീകരണം, ഇതെല്ലാം എക്കണോമിക്സിൽ നിന്ന് വരുന്നതായിട്ട് കാണാം. ഹിസ്റ്ററിയെ കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിലോ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഹിസ്റ്റോറിക്കലി നടന്നിരിക്കുന്നത് എന്നുള്ള ഇൻസൈറ്റ്സ് ഹിസ്റ്ററിയിൽ നിന്ന് വരും. ഇനി പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് നോക്കുകയാണെങ്കിലോ പവർ സ്ട്രക്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്, അതോറിറ്റി ഈസ് വെരി ഇമ്പോർട്ടന്റ് വേ സോഷ്യോളജി ഈസ് കൺസേൺഡ്. ഇനി ബയോളജിയിൽ നിന്നും ഒത്തിരിയധികം കോൺസെപ്റ്റ്സ് എടുത്തുകൊണ്ട് പല അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് സമൂഹത്തെ മനസ്സിലാക്കാനായിട്ട്. അപ്പോ ഈ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഈ സ്വാധീനങ്ങൾ എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോഴെന്താണ് സംഭവിക്കുന്നത് നോക്ക്. അപ്പോൾ ഓൾറെഡി ഫിലോസഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ബയോളജി എന്നൊക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ സബ്ജക്ട്സ് ആയിട്ട്, ഡിസിപ്ലിൻസ് ആയിട്ട് നിലനിൽക്കുകയാണ്. സോഷ്യോളജി അവിടെ വന്നിട്ട് എന്താണ് ചെയ്തത്? ഇതിനെ എല്ലാത്തിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രിഡ്ജായി മാറി സോഷ്യോളജി എന്നുള്ളതാണ്. Okay, so it connected multiple fields while still developing its own unique ways of explaining social life. അപ്പൊ ആ ഒരു സോഷ്യോളജിയുടേതായിട്ടുള്ള ആ ഒരു രീതിയിൽ സോഷ്യൽ ലൈഫിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനോടൊപ്പം അത് ഈ എല്ലാ സബ്ജക്ട്സിനെയും അല്ലെങ്കിൽ ഈ ഡിസിപ്ലിൻസിനെ അത് കണക്ട് ചെയ്തു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ചിന്തിക്കുക, അത് മോഡേണിറ്റി ഫോക്കസ്ഡ് ആയിരുന്നു, ഓർഡർ ഫോക്കസ്ഡ് ആയിരുന്നു, ചേഞ്ച് സെന്റേർഡ് ആയിരുന്നു, ആൻഡ് മാക്രോ ആയിരുന്നു അതിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത്, മൈക്രോ അല്ല. ആൻഡ് കൺസേൺ, ഇറ്റ് വാസ് ക്രിട്ടിക്കൽ ഇൻ കൺസേൺ, ആൻഡ് അതിന്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് എപ്പോഴും ഇന്റർ ഡിസിപ്ലിനറി ആയിരുന്നു എന്നുള്ളത്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വിക്കായിട്ട് കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: A key focus of classical sociological traditions was the analysis of. അപ്പൊ എന്തിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസിന്റെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് അല്ല. ഓപ്ഷൻ ബി നോക്ക്, മോഡേണിറ്റി ആൻഡ് മോഡേൺ യൂറോപ്യൻ സൊസൈറ്റി. അതിലായിരുന്നു ഈ ഒരു ക്ലാസിക്കൽ സോഷ്യോളജിക്കൽ ട്രഡിഷൻസിന്റെ ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഫോക്കസ് എന്ന് നമുക്ക് കാണാം. രണ്ടാമത്തെ ചോദ്യം, മാക്രോ സോഷ്യോളജിക്കൽ ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് അത് റെഫർ ചെയ്യുന്നത്? ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ മാത്രമാണോ, അതോ ഫോക്കസ് ഓൺ ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് എക്കോണമി, സ്റ്റേറ്റ്, അങ്ങനെയൊക്കെയാണോ, അതോ ഇൻഡിവിജ്വൽ ആറ്റിറ്റ്യൂഡ്സ് ആയിരുന്നോ, അതോ സ്റ്റഡി ഓഫ് സ്മോൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് ആയിരുന്നോ എന്നുള്ളത്? വി നോ ദി ആൻസർ ഇസ് ഓപ്ഷൻ ബി. ആ ഒരു ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ഫോക്കസ് തന്നെയായിരുന്നു. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3, the classical emphasis on order and change deals with. ഓർഡർ ആൻഡ് ചേഞ്ച് എന്തുമായിട്ട് ഡീൽ ചെയ്യുന്നു? ഓൺലി സോഷ്യൽ സ്റ്റെബിലിറ്റി ആണോ, ഓൺലി സോഷ്യൽ റെവല്യൂഷൻ ആണോ, ബോത്ത് കൊഹഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സൊസൈറ്റി അല്ലെ? കൊഹഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സൊസൈറ്റിയിൽ ആ ഒരു ഓർഡർ, സൊസൈറ്റിയെ ഒന്നിച്ച് നിലനിർത്തുന്നത്, ട്രാൻസ്ഫോർമേഷൻ അവിടെ ഉണ്ടാകുന്ന ആ ഒരു മാറ്റങ്ങൾ, അതാണ് ഓർഡർ ആൻഡ് ചേഞ്ച് വാസ് ഡീലിംഗ് വിത്ത് ദീസ് ടു. ഇനി നാലാമത്തെ ചോദ്യം, ക്രിട്ടിക്കൽ ആൻഡ് നോമേറ്റീവ് കൺസേൺ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവിടെ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണോ, അതോ ഇനീക്വാളിറ്റി, ഏലിയനേഷൻ, ജസ്റ്റിസ്, ഇതിലേക്ക് ഫോക്കസ് വന്നതാണോ, വെദർ ആൻഡ് ജോഗ്രഫി, ജെനറ്റിക്സ് ആൻഡ് ഹെറിഡിറ്ററി? ഇത് രണ്ടുമല്ല, ഈ ആദ്യത്തതുമല്ല, ഇത് തന്നെയാണ്. അപ്പോ ക്രിട്ടിക്കൽ ആൻഡ് നോമേറ്റീവ് കൺസേൺ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ഇനീക്വാളിറ്റിയിൽ ഫോക്കസ്ഡ് ആയിരുന്നു, ഏലിയനേഷനിൽ ഫോക്കസ്ഡ് ആയിരുന്നു, ജസ്റ്റിസ് അല്ലെങ്കിൽ നീതി ഉറപ്പാക്കുക എന്നുള്ളതല്ല, എങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് അഞ്ചാമത്തെ ഒരു ചോദ്യം ഇവിടെ, ഇന്റർ ഡിസിപ്ലിനറി ഇൻഫ്ലുവൻസ് ഓൺ ക്ലാസിക്കൽ സോഷ്യോളജി എവിടെ നിന്ന് വന്നു? വേർ ഡിഡ് ഇറ്റ് കം ഫ്രം മെയിൻലി എന്നുള്ളതാണ് ചോദ്യം. ഡിഡ് ഇറ്റ് കം ഓൺലി ഫ്രം മാത്സ്? Or did it come from philosophy, economics, history, politics, biology? Well, it came from philosophy, economics, history, politics, biology. അപ്പൊ നമുക്ക് മോഡ്യൂൾ 1ന്റെ ഭാഗമായിട്ട്, അതായത് ഈ ഒരു സോഷ്യോളജിയുടെ
സോഷ്യോളജിക്ക് മറ്റ് സബ്ജക്ട്സുമായിട്ടുള്ള കണക്ഷൻ അതും നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ആ ഒരു ലെസൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് യു വിൽ അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് മോർ എങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു കണക്ഷൻ വന്നിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് ഓൾസോ ദ ഹയറാർക്കി ഓഫ് ദ സോഷ്യൽ സയൻസസ് ദാറ്റ് വി ഹാവ് ടു സ്റ്റഡി. സോഷ്യൽ സയൻസസിൽ ഏത് സയൻസ് ആണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്, ഏത് സയൻസ് ആണ് ഏറ്റവും താഴെ നിൽക്കുന്നത്, അത് ഏത് രീതിയിലൊക്കെ അതിന്റെ ഹയറാർക്കി വരുന്നു, ഒരു ഫ്ലിപ്പിംഗ് ഹയറാർക്കി ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അഗസ്റ്റ കോംറ്റയുടെ കോൺട്രിബ്യൂഷൻസ് ആണ്. അതാണ് നമുക്ക് ഈ ഒരു മൂന്നാമത്തെ മോഡ്യൂളിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്. We will start discussing that in the next part of the video. So thank you very much for watching this lesson and you have an excellent day ahead. See you in the next class.